ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ്. ബാക്കി എന്തൊരു ഭംഗി, അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഈ പിങ്ക് ക്ലൗഡിനുള്ളത്. എല്ലാ ലോട്ടസിനും അതിൻ്റേതായ പ്രത്യേകതകളും ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ പിങ്ക് ക്ലൗഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു പിങ്ക് കളറും ഒരു ഡാർക്ക് പിങ്ക് കളർ അങ്ങനെയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെറ്റൽസ് നല്ല വരച്ച് വെച്ചതുപോലെ നല്ല കൂർത്ത ഇലയൊക്കെ ആയിട്ട് വന്നിട്ട്, ഇലയല്ല കൂർത്ത പെറ്റൽസാണ് കേട്ടോ ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പോൾ വലിയ പോട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. ചെറിയ പോട്ടിലും നല്ല രീതിയിൽ ഫ്ലവറാകുന്ന ഒരു ലോട്ടസാണ്. തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല പ്ലാന്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഒത്തിരി പൂക്കളുണ്ടാകും. ഏത് സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും കേട്ടോ. ഓരോ ലീഫ് വരുന്ന സമയത്തും അതിനോടൊപ്പം ഓരോ ബഡ്സും ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 12 ഇഞ്ചിൻ്റെ ഒരു പോട്ടിലാണ്. അപ്പോൾ വലിയ ടബിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്ലവർ കുറച്ചുകൂടിയൊക്കെ വലിപ്പം കാണും. അതുപോലെ തന്നെ പ്ലാന്റ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ വരും കേട്ടോ. എന്ന് വിചാരിച്ച് വലിയ ടബ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു 12 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിൽ തന്നെ ഇതുപോലെ നിറച്ച് പൂക്കൾ വരികയും ഒരുപാട് ബഡ്സ് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണാനും നല്ല സുന്ദരിയാണ് കേട്ടോ. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സീഡ് പോഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ സീഡൊന്നും വരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നിന്നിട്ട് ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് അങ്ങ് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അടുത്ത ഫ്ലവർ ആകും കേട്ടോ. പിന്നെ നമ്മുടെ വലിയ ടബിലൊക്കെ ആണെങ്കിൽ ഒത്തിരി എന്താ പറയുക റണ്ണറൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഒത്ത് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ ഈ ഒരു ഫ്ലവർ വന്ന് അടുത്ത ബഡ് വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഏത് സമയത്ത് ഇതിൽ ഫ്ലവർ കാണും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും ഒരു ഫ്ലവറെങ്കിലും നമുക്ക് കാണും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്നും ഒരു താമരപ്പൂവെങ്കിലും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി അതിൻ്റെ കുറച്ച് നമ്മുടെ ട്യൂബർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സിൻ്റെ, അതായത് ഈ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ റേറ്റ് വരുന്നത് 200, അതിൻ്റെ സൈസ് അനുസരിച്ചാണ് കേട്ടോ. 200, 250 ആ റേറ്റിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് താമര വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ വേറെന്താ പ്രത്യേകിച്ച് പറയാനായിട്ട്, പിന്നെ ഇതിൻ്റെ നടീൽ രീതി അതൊക്കെ മിക്കുള്ളവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെളി തന്നെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെളി കിട്ടാത്തവർക്കും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ സാധാരണ മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടബിൻ്റെ അടിവശത്തായിട്ട് ഇട്ട ശേഷം മുകളിൽ ഇതുപോലെ കുറച്ച് മണ്ണ്, അതായത് ഗാർഡൻ സോയിൽ ഇട്ട് ഒരു ചെളി രൂപത്തിലാക്കിയ ശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ ട്യൂബർ വെച്ച് കൊടുക്കാം. ട്യൂബർ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഗ്രോയിങ് ടിപ്പൊക്കെ മുകളിലോട്ട് വരത്തക്ക രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലവറൊക്കെ ആയി കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒറ്റ മാസം കൊണ്ട് തന്നെ സ്റ്റാൻഡി ലീവ് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലവറും അതിനോടൊപ്പം വരും. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ തന്നെ ലീവ്സൊക്കെ വന്ന് തുടങ്ങും, വലിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങും. ആ സമയത്ത് നമ്മൾ NPK കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ആകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ട്യൂബർ ഒരു സൈഡിലാണ് വയ്ക്കുന്നത്. കാരണം ട്യൂബർ റണ്ണറും ഒക്കെ റൗണ്ട് ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ NPK പേപ്പറിൽ പൊതിഞ്ഞ് ഇത് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.